ഈ ബിസിനസ് എപ്പോഴും ടെൻഷനാണ്. 24 മണിക്കൂറും ജോലി ചെയ്യുക, ശനിയാഴ്ചയും ജോലി ചെയ്യുക, ഞായറാഴ്ചയും ജോലി ചെയ്യുക, എല്ലാം ജോലി ചെയ്യുക. ഒരു ട്രാവൽ പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും സാറിൻ്റെ യാത്രകൾ ഒരു ക്ലോസ് വാച്ച് ചെയ്യുന്ന ആളാണ്. ഞാൻ ശ്രദ്ധിക്കുന്ന സമയത്ത് എപ്പോഴും സാറിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നത് ബിസിനസ്സുകാരായിരിക്കും, അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സർക്കിൾ സാർ എപ്പോഴും തിരഞ്ഞെടുക്കുന്നത്? നൗഫൽ, നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. അത് മാത്രമല്ല, എൻ്റെ അടുത്ത് ഇന്ന് വരെ ആരും ചോദിക്കാത്തൊരു ചോദ്യമാണ്. വളരെ ഇഷ്ടമായി. എന്താണെന്ന് വെച്ചാൽ പല സംഘടനകൾ കച്ചവടക്കാർക്കുണ്ട്. അപ്പം സംഘടനയായിട്ട് കച്ചവടക്കാരെ സഹായിക്കാനുള്ള ആൾക്കാരുണ്ട്. ബട്ട് വ്യക്തിപരമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമില്ല, അല്ലെങ്കിൽ ഗവൺമെൻറ് അടുത്ത് ആ രീതിയിൽ പ്രോത്സാഹനമില്ല. അപ്പോൾ ഇവരെങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക? ഏത് രീതിയിലാണ് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, അതൊരു യാത്രയായിട്ട് കൊണ്ടു നടക്കുന്ന സമയത്ത്, ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് അവരെ കൊണ്ടു നടക്കുന്ന സമയത്ത്, അവരെ നമ്മൾ ഇവിടുന്നല്ല നമ്മൾ വേറെ ലോകം കാണിച്ചു കൊടുക്കുന്ന സമയത്ത്, അവിടെയുള്ള ബിസിനസ്സുകാരെ പറ്റി പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത്, അവരെ മെറ്റീരിയലും അവരെ കോസ്റ്റും അവരുടെ പ്രൊഡക്ഷനും അവരുടെ സ്റ്റാഫും അവരുടെ സർവീസും നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവർ കേൾക്കൂല, ചിലപ്പോൾ അറിയില്ല, ചിലപ്പോൾ ആ രീതിയിൽ അവർക്ക് ചിന്തിക്കാൻ പറ്റൂല. വേറെ ഈ രീതിയിൽ നമ്മൾ യാത്ര പോകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതും, അങ്ങനെയാണ് എനിക്കത് ചെയ്തുകൂടെ, എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ, എന്തുകൊണ്ട് എനിക്ക് മാറ്റം വരുത്തിക്കൂടാ, അങ്ങനെ മാറ്റം വരുത്തിക്കൽ എന്ത് ചെയ്യാൻ പറ്റും, അവിടുന്ന് എനിക്ക് സാധനം കൊണ്ടുവരാൻ പറ്റൂലേ, ഏത് രീതിയിൽ കൊണ്ടുവരാൻ പറ്റും, അങ്ങനെ ചിന്തിപ്പിച്ചാൽ മാത്രമേ മൈൻഡ് സെറ്റ് അവർ മാറുള്ളൂ. ആ മാറിയാൽ മാത്രമേ അവൻ ഉൾക്കൊണ്ടാൽ മാത്രമേ അവൻ പ്രവർത്തിക്കുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു ബിസിനസ്സുകാർ കൂടെ പോകാൻ. രണ്ടാമത്തത്, ഈ ബിസിനസ് എപ്പോഴും ടെൻഷനാണ്. 24 മണിക്കൂറും ജോലി ചെയ്യുക, ശനിയാഴ്ചയും ജോലി ചെയ്യുക, ഞായറാഴ്ചയും ജോലി ചെയ്യുക, എല്ലാം ജോലി ചെയ്യുക. അവൻ പുറലോകം കാണുന്നില്ല. അപ്പോൾ എനിക്കൊരു പാവം പോലെ തോന്നാറുണ്ട്. വേറെ ഒരു ഗ്രൂപ്പായിട്ട് അവർ കൊണ്ടു നടക്കുന്ന സമയത്ത് പുറലോകം കാണുമ്പോൾ, അവൻ ആസ്വദിക്കുമ്പോൾ, അവൻ യാത്ര ചെയ്യുമ്പോൾ, അവൻ ഹോട്ടലിൽ താമസിക്കുമ്പോൾ, അത് കാണുമ്പോൾ ഒരു കുളിർമയാണ്, അവനക്കുള്ളൊരു മാറ്റം. അത് കുടുംബത്തിലേക്ക് മാറ്റം വരുന്നുണ്ട്. ആ ചിന്തകളെല്ലാം കുടുംബത്തിൽ വരുന്നുണ്ട്, അത് സമൂഹത്തിൽ വരുന്നുണ്ട്. എന്തിനേറെ തൊട്ടപ്പുറത്തെ ഷോപ്പ് പോലും ഇവനെന്താ ഇങ്ങനെ ചിന്തിച്ചിട്ട് അവൻ മാറാൻ നോക്കുന്നുണ്ട്. അതിനപ്പുറത്താണ് ഈ 1600 മെമ്പർ ആവാനുള്ള കാരണം. ഓരോരുത്തരും വിജയകഥകളായിട്ട് മുന്നോട്ട് വരുമ്പോഴാണ് തൊട്ടപ്പുറത്തും ഇപ്പുറത്തും കുടുംബക്കാരും എല്ലാവരും ബീനിൽ ചേർന്ന് ആഗ്രഹിക്കുന്നതും ഈ മാറ്റത്തിന് തയ്യാറാവുന്നതും ലോകം കാണാൻ തയ്യാറാവുന്നതും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാരൻ മാത്രമല്ല, ജീവിക്കുകയാണെങ്കിൽ അത് കൂലിപ്പണിക്കാരനായാലും ശരി, അവൻ യാത്ര ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ അവന് പഠിക്കുള്ളൂ. ആ പഠിച്ചാൽ മാത്രമേ ജീവിതം ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഓരോ കച്ചവടക്കാരനും നല്ലൊരു എമൗണ്ട് വർഷം മാറ്റിവെച്ച് അവർ യാത്ര ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.